ഈ ഇതിന്റെ കോട്ടിംഗ് ആണ് പൊടിഞ്ഞു പോകുന്നത്. എങ്ങനെയാണ് പൊടിഞ്ഞു പോകുന്നത്? ഒന്നാമത് ഓവർ യൂസ് ചെയ്തിട്ട്. നമ്മൾ പണ്ടത്തെ ആൾക്കാർക്കാണ് മുട്ടിന്റെ ഒക്കെ തേയ്മാനൊക്കെ കൂടുതൽ ഉണ്ടാവും. കാരണം വെച്ചാൽ വെള്ളം എടുക്കണമെങ്കിൽ എത്രയോ കിലോമീറ്റർ പാനി ചോദിച്ചിട്ട് കുറെ ദൂരത്തേക്ക് അവർ വന്നിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ ഒരു അവയവം തന്നെ ഓവർ യൂസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? അവിടെ തേയ്മാനം വരും. ഇത് ഓട്ടോമാറ്റിക്കലി റിപ്പയർ ആവാനുള്ള സിസ്റ്റം എവിടെയുണ്ട്? നമ്മുടെ ബോഡിയിലുണ്ട്. പക്ഷെ അതിന് സമയം കൊടുക്കുന്നില്ല. ഓക്കെ, വീണ്ടും വീണ്ടും നമ്മൾ റെസ്റ്റ് ഇല്ലാതെ പണിയെടുത്ത് കൊടുക്കുകയാണ്. അപ്പോ ഈ നമ്മുടെ ഈ നോവേദന കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാല്, ഈ നോവേദന കഴിക്കുമ്പോ ഈ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഭാഗമല്ലേ കാണിച്ചത്. ഇനി ഒരാളുടെ മുട്ട് തേയ്മാനം വന്നു എന്ന് പറഞ്ഞോ, ഈ തേയ്മാനം വരുന്ന സമയത്ത് കണ്ടോ ഈ പിന്നെ മെമ്പറൈൻ കണ്ടോ, ഈ കോട്ടിങ് കണ്ടോ പൊടിഞ്ഞു പോകുന്നു. ഈ പൊടിഞ്ഞു പോയിട്ട് ഇത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, വാദം അല്ലെ, അസ്ഥിവാദം എന്ന് പറയുന്ന സംഭവമാണ്. അപ്പൊ ഈ എല്ലെല്ലാം പൊടിയുന്ന ഈ കോട്ടിങ് നടന്ന് പോകുന്നുണ്ട്. അപ്പൊ അടന്നു പോകുന്ന സമയത്ത് എന്തായി? ആ ഭാഗത്തിൽ രക്തക്കൊഴല് ഇപ്പുറത്ത് നല്ല പച്ച കളറിലുണ്ടായ രക്തക്കൊഴല് അപ്പുറത്ത് കണ്ട കടിച്ചിട്ട് നീര് വന്നിട്ട് അല്ലെ. മുട്ടിന് നീര് വത്തില്ലേ മുട്ട് തേയ്മാനം വന്നു കഴിഞ്ഞാല്? അതിന്റെ കാരണം ഇതാണ്. ഇവിടെ നല്ല ഇവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും. ഈ എന്താ പറയാ, സൈനോവിയൽ ഫ്ലൂയിഡ് എന്നാ പറയാ. അതിന്റെ ഒന്ന് പേരൊന്നും പഠിക്കണ്ട. എന്തുകൊണ്ടാണ് ഈ രണ്ട് എല്ലിന്റെ ഇടക്ക് കുറച്ച് ദ്രാവകം വെച്ച് പറഞ്ഞാല്, നമ്മൾ വാതിൽ തുറക്കാൻ കിട്ടുന്നില്ലെങ്കിൽ വിചാരിയിൽ കുറച്ച് ഗ്രീസ് ഇടൂലേ? ഈ രണ്ട് സാധനം കൂട്ടി ഇങ്ങനെ എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ വേണ്ടിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ഈ ദ്രാവകാടിയുള്ളത്. ഓക്കെ, ഈ ഗർഭാവസ്ഥയിൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടാവൂലേ? കുട്ടീനെ ചുമ്മാ ഇങ്ങനെ വാക്യൂം ഇട്ടിട്ടുണ്ടാവുക അല്ലെ. അമ്മ ഓടുമ്പോ നടക്കുമ്പോഴൊക്കെ ഈ കുട്ടി ഇങ്ങനെ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കുഷൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അതുപോലെ ഒരു ഫ്ലൂയിഡ് ആണ് ഈ സൈനോവിയൽ ഫ്ലൂയിഡ്. അപ്പൊ ഈ ഫ്ലൂയിഡിലേക്ക് എന്ത് ചെയ്യും? ഈ കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു വന്നിട്ട് ആ ഫ്ലൂയിഡിന് കൃത്യമായിട്ടുള്ള ലൂബ് കഴിവ് നഷ്ടപ്പെടും. അപ്പോഴാണ് കാല് മടക്കുമ്പോൾ വേദനെടുക്കുക. കാരണം ഏന്റെ പൊടി ഉണ്ടാവും, ഈ പൊടികളെല്ലാം ഉണ്ടാവും. ഓക്കെ, ഈ വിജാഗിരിയിൽ കുറച്ച് പൂഴി വരിട്ട് നോക്കിയേ എങ്ങനെ ഉണ്ടാവും? ഗിരിഗിരിഗിരിന്നാവില്ലേ? അതുപോലെ ആവും നമ്മുടെ മുട്ട് അനക്കുമ്പോ. അപ്പോ നമ്മുടെ നോവേദന എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഈ സമയത്ത് ഉണ്ടാകുന്ന വേദന കുറക്കാൻ ഏടുന്ന് കട്ടാക്കും, കമ്മ്യൂണിക്കേഷൻ കട്ടാക്കും. ഏതും ചെയ്യും, അലോപ്പതി ഇതുപോലെ ചെയ്യും. പക്ഷെ നമ്മുടെ നോവേദന മറ്റു ചേരുവകൾ എന്ത് വെച്ച് കഴിഞ്ഞാല്, ഈ സൈനോവിയൽ മെമ്പറൈൻ ഇല്ലേ, ഈ സൈനോവിയൽ ജംഗ്ഷൻ എന്നാ പറയാ, ഇതിലേക്കില്ലേ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടും. ഈ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടുന്ന സമയത്ത് എന്താ വെച്ചാൽ ഈ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഈ വരുന്ന ഈ ഫ്രാഗ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് പെട്ടെന്ന് ശരീരത്തിൽ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുന്ന് ഒഴിവാക്കും. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന സമയത്ത് ഇവിടെ കൂടുതൽ നമ്മുടെ ഇത് ശരിയാവാനുള്ള ചേരുവകൾ എവിടെ കിട്ടുന്നുണ്ട്? ബ്ലഡ് എന്നല്ലേ വരുന്നുണ്ട്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ പെട്ടെന്ന് റിക്കവർ ആവാനും ഏത് സഹായിക്കും? അതായത് ഒരു മുട്ടുവേദന എന്നുള്ളൊരു പ്രശ്നത്തിന് വേദന മാറ്റാൻ മാത്രമല്ല, അതിനെ പരിഹരിക്കാനും പറ്റും. ഏതിനെ കൊണ്ട്? നോവേദന എന്നുള്ള സാധനം കൊണ്ട്. അതുകൊണ്ട് ഇത് 2 in 1 ആണെന്ന് പറയാൻ കാരണം. ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അല്ലെ. ബയോളജി ക്ലാസ്